നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം എന്തോ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതൊരു പക്ഷേ നിങ്ങളുടെ ഇഷ്ടദേവനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപാസനാമൂർത്തിയായിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് നിങ്ങളെ വിട്ടുപോയ ഒരു ആത്മാവായിരിക്കാം. ഇങ്ങനെ ഒരു അദൃശ്യ ശക്തി നമുക്ക് കാവലായി ഉള്ളപ്പോൾ നമുക്ക് ചില ലക്ഷണങ്ങൾ കാണാൻ പറ്റും. അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ടല്ലേ? ഒരപകടത്തിൽ നിന്ന് തലമുടി നാരിഴയ്ക്ക് രക്ഷപ്പെടുക, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം അവസാന നിമിഷം നടന്നു കിട്ടുക, അതുപോലെ എന്തെങ്കിലും ആപത്ത് വരാൻ പോകുമ്പോൾ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു തരുന്നത് പോലെ തോന്നുക, ഒരു ഉൾവിളി ഉണ്ടാകുക. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ആ ഭാഗ്യം നിങ്ങൾക്ക് തന്നത് ആരാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ വിശ്വസിക്കുന്ന ഭഗവാൻ, അത് കൃഷ്ണൻ, ശിവൻ, ദേവി, അതോ നിങ്ങളെ പ്രാണനെ പോലെ സ്നേഹിച്ച് ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ? എന്താണ് നിങ്ങളിതിൽ വിശ്വസിക്കുന്നത്? ഉത്തരം നിങ്ങൾ കമൻ്റായി ഇടുന്നേ. ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ ഉള്ളപ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന പ്രധാന ചില ലക്ഷണങ്ങളുണ്ട്. ഇത് നമ്മളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്താണെന്ന് പറയാം. എന്തെങ്കിലും ഒരു അനിഷ്ടം സംഭവിക്കാൻ പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു, ഇത് സംഭവിക്കും, അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് മനസ്സിലിരുന്നിങ്ങ് തോന്നുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു, അത് ചെയ്യരുത് അല്ലെങ്കിൽ അവിടെ പോകരുതെന്ന്. അല്പം കഴിഞ്ഞ് ആ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ ആ പറഞ്ഞ വ്യക്തിയുടെ അത് ദൃഷ്ടിദോഷമായിട്ടോ നാവുദോഷമായിട്ടോ നിങ്ങൾ കരുതണം. അത് നിങ്ങൾക്കൊപ്പമുള്ള ഒരു അദൃശ്യ ശക്തി അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന് തന്നെ കരുതുക. അതുപോലെ ഒരു വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടുമ്പോൾ ആ വ്യക്തി നല്ലതാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു പോസിറ്റിവിറ്റി തോന്നും. അതല്ല എങ്കിൽ ഭയങ്കര നെഗറ്റീവും. വേണ്ട, ഈ വ്യക്തി അത്ര നല്ലതല്ല, ഈ ബന്ധം മുന്നോട്ട് പോകുന്നത് ആപത്താണ് എന്ന് പലവട്ടം നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ പറയും. ഇനി രണ്ടാമത്തെ കാര്യം, അപ്രതീക്ഷിതമായ ഒരു സഹായമാണ് നിങ്ങൾക്കിപ്പോൾ ആവശ്യം. വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവത്തെ പോലെ ഒരാൾ വന്ന് നിങ്ങളെ സഹായിക്കുകയാണ്. അല്ലെങ്കിൽ ആ വിഷമം പരിഹരിക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതുമല്ല എങ്കിൽ ഇതുവരെ കാണാത്ത ഒരാൾ നമ്മളെ സഹായിക്കാനായിട്ട് എത്തുന്നു. പിന്നീട് ഒരു പക്ഷേ നമ്മൾ ആ വ്യക്തിയെ കണ്ടെന്നു പോലും വരില്ല. ഇനി മൂന്നാമത്തെ ലക്ഷണം, നിരന്തരമായി കാണുന്ന കാഴ്ചകൾ. ഒന്നെങ്കിൽ 11-11 എന്നൊരു സംഖ്യ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും കാണുക, അതുപോലെ 12-12 അങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ വരിക. ചില പ്രത്യേക ഏഞ്ചൽ നമ്പറുകൾ, ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നുപെട്ടാൽ എന്തെങ്കിലും ഒരു ശുഭം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ലക്ഷണം, ചില പക്ഷികൾ, മൃഗങ്ങൾ എന്നിവ നിങ്ങളോട് വളരെ പെട്ടെന്ന് ഇണങ്ങുക. തുമ്പിയൊക്കെ വന്ന് നിങ്ങളുടെ ശരീരത്തിൽ വന്നിരുന്ന് കുറേ നേരം ഇരിക്കുക. ഇതൊക്കെ നിങ്ങളിൽ ഒരു പോസിറ്റീവായ ദൈവീക ചൈതന്യം ഉള്ളതുകൊണ്ടാണ്. ഇനി അടുത്തത്, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ ഒരു പ്രത്യേക സുഗന്ധം വരിക. ഒരു ചന്ദനത്തിരിയുടെയോ ഒരു അമ്പലത്തിലെയോ ഒരു സുഗന്ധം, പ്രത്യേക പുഷ്പങ്ങളുടെ ഒരു ഗന്ധം, ഇതൊക്കെ നിങ്ങളിലുള്ള ആ ശക്തിയുടെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ഒരു വിഷമഘട്ടം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ശക്തി കിട്ടുക. എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിക്കാതെ പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. ഇതൊക്കെ സംഭവിക്കുന്നതിന് ആ അദൃശ്യ ശക്തിയുടെ അനുഗ്രഹം തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, ചില വ്യക്തികളോട് നിങ്ങൾ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ചില ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ദോഷമായി വരുമ്പോൾ
ഈ ശക്തി നമ്മളിൽ നിന്നും ആ ബന്ധത്തെ അകറ്റി മാറ്റുന്നു. സത്യസന്ധതയുടെ പാതയിൽ മാത്രമേ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കൂ. ചില സമയത്ത് സഹിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ ആദ്യം ഒന്ന് തളർന്നു പോകും. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ നോർമലായി ഒന്നും വരില്ല, എല്ലാം ശരിയാകുമെന്ന ഉറപ്പിൽ മനസ്സ് എത്തിച്ചേരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്ന ആ അദൃശ്യ ശക്തി നിങ്ങൾക്ക് തുണയായി കൂടെ വന്നിട്ടുണ്ടോ? എങ്കിൽ അത് ആരാണെന്നാണ് വിശ്വസിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? നിങ്ങളുടെ അനുഭവം നിങ്ങൾ കമൻ്റായി ഈ വീഡിയോയ്ക്ക് താഴെ ഇടണേ. എല്ലാവർക്കും ഈശ്വരൻ്റെയും നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സർവം കൃഷ്ണാർപ്പണമസ്തു.